ആക്ച്വലി ഈ ഫോൺ എടുക്കണോ വേണ്ടയോ എന്നുള്ളതല്ല ഞാൻ പറയാൻ പോകുന്നത്. ഈ ഫോൺ എടുക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത്. അതായത് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു ഫോണിന്. റിയൽമി GT7 Pro ഫസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8 Elite ഇൻ ഇന്ത്യ, ഗ്ലോബലി അല്ല, ഇൻ ഇന്ത്യ. ഗ്ലോബലി ഒന്നായിരിക്കില്ല, 3 or 4 സ്ഥാനം എന്തോ ആണ്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ഹൈപ്പിനൊത്ത് ഇത് പ്രവർത്തിച്ചോ, ഇതിൻ്റെ പ്രൈസിനൊത്ത് ഇത് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം അപ്കമിങ് ആയിട്ടുള്ള വേറെയും സ്മാർട്ട് ഫോണുകൾ വരാൻ പോകുന്നുണ്ട്. സോ ഫുള്ള് വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. വീഡിയോ അവസാനം വരുന്നത് കാണുക. കളർ മാച്ച്ഡ് ആയിട്ടുള്ള ഒരു കേസ് വരുന്നുണ്ട്. 120 വാട്ട്സിൻ്റെ ബ്രിക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. Type A to Type C കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെ സിം ഇജക്ടർ ടൂളുടെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോക്സിലെല്ലാം കിട്ടുന്നുണ്ട്. 12GB 256GB പ്രൈസാണ് 60,000 രൂപ. 16GB 512GB പ്രൈസാണ് 66,000 രൂപ. പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് പല ബെനിഫിറ്റ്സ് ഉണ്ട്. 1000 രൂപ ഡെപ്പോസിറ്റ് ഇട്ടിട്ട് ചെയ്യുന്നവർക്ക് 24 മാസത്തെ, അതായത് 2 കൊല്ലത്തെ വാറണ്ടി നിങ്ങൾക്ക് കിട്ടും. പിന്നെ 12 മാസത്തെ, അതായത് 1 കൊല്ലത്തെ സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പ്രീ ബുക്ക് ചെയ്താൽ. ഇനി 3000 രൂപയുടെ ബാങ്ക് ഓഫർ ഉണ്ട്. അത് നിങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ട് ബാക്കി പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ബാങ്കിൻ്റെ കാർഡുകൾ ഉപയോഗിച്ചാൽ 3000 രൂപ കുറഞ്ഞു കിട്ടും. സോ എഫക്റ്റീവ് പ്രൈസ് 57,000 രൂപ. 57,000 ഇതുണ്ടോ എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ഡിസൈൻ ആ ഒരു പാർട്ട് നോക്കുന്ന സമയത്ത് 2 കളർ വേരിയൻസിലാണ് വരുന്നത്. മാർസ് ഓറഞ്ച്, ഗാലക്സി ഗ്രേ, 2 കളർ വേരിയൻസ്, അതായത് ഒരു ഓറഞ്ചും ഒരു ബ്ലാക്ക് കളറും. അതൊക്കെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾക്ക് വേണ്ടത് എടുക്കാം. 8.5mm തിക്നെസ്, 223 gram വെയിറ്റ്. 2025 നോക്കുന്ന സമയത്ത് ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിൽ വരും. കാരണം സിലിക്കോൺ ബേസ്ഡ് ബാറ്ററി ഉപയോഗിച്ചിട്ട് പോലും അവർക്ക് ഇതിൻ്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, തിക്നെസ് കുറയ്ക്കാനും അധികം പറ്റിയിട്ടില്ല. പിന്നെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ഏത് പ്രൊട്ടക്ഷനാണ് ബാക്കിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഗ്ലാസ് ബാക്ക് എന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആൻഡ് മാറ്റ് ഫിനിഷ് ആയിരിക്കും പ്രോബബിളി വരുന്നത്. IP680 690 പ്രൊട്ടക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. സോ വെള്ളത്തിൽ പിടിച്ച് മുക്കിയാലും അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി വരെ അവർ പറയുന്നുണ്ട്. അലൂമിനിയം ഫ്രെയിംസും കൂടി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഗൊറില്ല ഗ്ലാസ് 7 അതിൻ്റെ പ്രൊട്ടക്ഷനാണ്. നോട്ട് ബെസ്റ്റ് ഇൻ ദ സെഗ്മെൻറ്റ്, പക്ഷേ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. സെഗ്മെൻറ്റ് ബെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസോ വിക്ടസ് 2 ഒക്കെ തരണമായിരുന്നു. പക്ഷെ അത് ഇവരോട് കൊടുത്തിട്ടില്ല. ആലോചിക്കുക, 60,000 രൂപയാണ് ഫോണിൻ്റെ പ്രൈസ്. Type C പോർട്ട് വരുന്നുണ്ട്. അത് Type C 2.0. 3.1 കൊടുക്കണം, 3ലേക്ക് കൊടുക്കണം. 2.0 ഇനി ആവശ്യമില്ല, അതും 60,000. ആൻഡ് 3.5mm ഓഡിയോ ജാക്ക് വരുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. ഡ്യുവൽ നാനോ സിം കാർഡ് ഓൺലി, SD കാർഡിൻ്റെ സ്ലോട്ടും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. അത് ബാക്കിൽ നിന്നുള്ള ഒരു IR ബ്ലാസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. സോ കുറച്ച് യുണീക്കായിട്ട് തോന്നി. ബാക്കി വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക് ടു ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ. ഞാനാണ് അമർനാഥ്. കൂടുതൽ ടൈം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അടുത്തത് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ്. AMOLED ഡിസ്പ്ലേ ആണ്, 120 Hz ആണ്, ക്വാഡ് കർവ്ഡ് പാനലാണ്, 6.78 ഇഞ്ച് ആണ്, അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. HDR സപ്പോർട്ട് വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്. സ്പെസിഫിക്കേഷൻസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വലിയ കുഴപ്പമില്ല. HDR അത്യാവശ്യം നല്ല ട്യൂൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്ലിക്കറിങ്ങിൻ്റെ ആ ഒരു പരിപാടി കുറയ്ക്കാനുള്ള PWM ഡിമ്മിങ് വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. ഡിസ്പ്ലേ പക്കയാണ്. 6500 നെറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പക്ഷെ നമ്മളത് ബാധിക്കുന്നില്ല. 2000 നെറ്റ്സിൻ്റെ പ്രാക്ടിക്കലി നമ്മൾ വെയിലത്തൊക്കെ പോയി നിൽക്കുമ്പോഴുള്ള ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ടിപ്പിക്കൽ റൂമിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ 1000 നെറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, അല്ലെങ്കിൽ 1000 നെറ്റ്സിൻ്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സോ ടോട്ടലി ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തേക്കാം. ഇനി നമ്മൾ ഗെയിമിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് അതാണ് ഈ ഒരു ഫോൺ അത്രയും ഹൈപ്പ് കൊടുത്തിരുന്ന റീജിയൻ. അതായത് ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 8 Elite 3nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ചിപ്സെറ്റ് ഞാൻ ഇവിടെ കാർഡ് കൊടുത്തേക്കും. ഞാൻ ഈ ചിപ്സെറ്റിനെ കുറിച്ച് എല്ലാ സിംഗിൾ ഡീറ്റെയിൽസും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ചിപ്സെറ്റിനെ കുറിച്ച് നമ്മളിവിടെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. LPDDR5Xൻ്റെ RAM ടൈപ്പ്, UFS 4.0 സ്റ്റോറേജ് ടൈപ്പ്. സോ പെർഫോമൻസ് ടോപ്പ് നോച്ച് ആണ് അവർ സ്പെസിഫിക്കേഷനിൽ കൊടുത്തത് സഹിതം. അതായത് 2.8 മില്യൻ്റെ പുറത്ത് 550 സ്കോർ കിട്ടുന്നുണ്ട്. ഒരു അപ്ഡേറ്റിന് ശേഷം അവരത് ഇമ്പ്രൂവ് ചെയ്തതാണ്. സോ റൂം ടെമ്പറേച്ചറിൽ തന്നെ നിങ്ങൾക്ക് 2.8 മില്യൺ കിട്ടുന്നുണ്ട്. പിന്നെ ഗീക്ക് ബെഞ്ച് സ്കോറുകളും ടോപ്പ് നോച്ചാണ്. നിങ്ങൾക്ക് ടോപ്പ് ആയിട്ടുള്ള ഗെയിമിംഗ് സെറ്റിംഗ്സും കിട്ടും. അതായത് BGMI നിങ്ങൾക്ക് അൾട്രാ HDR അൾട്രാ അല്ലെങ്കിൽ സ്മൂത്ത് എക്സ്ട്രീം പ്ലസ് ഒക്കെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. BGMI 120 FPS അൺലോക്ക്ഡ് ആണ്. അതായത് ഫ്രെയിം ഇൻ്റർപോളേഷൻ ടെക്നോളജി ഇവിടെ വരുന്നുണ്ട്. 75%-നാണ് CPU റോട്ട്ലിംഗ് ടെസ്റ്റ് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും. ആൻഡ് 71%-ഒക്കെയാണ് സ്ട്രെസ് ടെസ്റ്റ് കിട്ടിയിട്ടുള്ളത്. 40 FPS-ൻ്റെയാണ് സോളാർ ബേ, അതായത് റേ ട്രേസിങ്. സോ ആവറേജ് FPS 60 FPS നിങ്ങൾക്ക് ജംഗ്ഷൻ ഇമ്പാക്റ്റിൽ കിട്ടിയിട്ടുണ്ട്. കൂളിംഗ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു കൂളിംഗ് സിസ്റ്റം തന്നെ. അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ തെർമൽസ് അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു അപ്ഡേറ്റ് കിട്ടും. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു തെർമൽസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഓവറോൾ ചിപ്സെറ്റ് ആൻഡ് ഗെയിമിംഗ് നോക്കുമ്പം അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു
ചിപ്സെറ്റ്, അതായത് 8 Lite അവർ വലിയ കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ഇതുവരെ കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച്. പക്ഷേ അവർ പുറത്ത് 6500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ നമുക്ക് 5800 mAh ബാറ്ററി മാത്രമേ അവിടെ തന്നിട്ടുള്ളൂ. 120 വാട്ട്സിൻ്റെ ചാർജർ ബോക്സിൽ തരുന്നുണ്ട്, നല്ല കാര്യം. സോ അത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ 37 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 0 to 100 ഫുൾ ചാർജ് ആയി കിട്ടും. 6 to 7 hours അല്ലെങ്കിൽ മാക്സിമം 8 hours സ്ക്രീൻ ഓൺ ടൈം പ്രതീക്ഷിച്ചാൽ മതി. 6500 തന്നിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ അത് എന്തുകൊണ്ട് ഇന്ത്യനെ എക്സ്ക്ലൂഡ് ചെയ്തു എന്ന് മനസ്സിലാവുന്നില്ല. ആൻഡ് സിലിക്കോൺ കാർബൺ ബേസ്ഡ് ബാറ്ററി ആയിട്ട് പോലും അവർക്കത് കൊടുക്കാൻ പറ്റിയിട്ടില്ല, പറ്റായിട്ടല്ല അവർ കൊടുത്തിട്ടില്ല. ആൻഡ് വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. വയർലെസ് ചാർജിങ്ങിന് സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ വരുന്നില്ല. 60,000 രൂപയാണ് വൺസ് അഗെയിൻ. സോഫ്റ്റ്വെയർ പറയുന്ന സമയത്ത് 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് മാത്രമാണ് അവർ തരുന്നത്, 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും. ശരിയാണ്, ആൻഡ്രോയിഡ് 15 കൊടുത്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ റിയൽമി UI 6.0. പക്ഷേ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഈസ് നോട്ട് ഇനഫ്, പർട്ടിക്കുലർലി ഇൻ ദിസ് പ്രൈസ് റേഞ്ച്. മാത്രമല്ല ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 8 Lite ഇറങ്ങിയ സമയത്ത് ക്വാൽക്കം പറഞ്ഞത് അവർ 8 വർഷത്തിന് എന്തോ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ 3 വർഷത്തിൽ ഒതുക്കി? അത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പല AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട്സ് ഇവിടെ കൊടുത്തേക്കാം. AI സ്റ്റുഡിയോ, സ്നാപ്ഷോട്ട്, AI ഇറേസർ, അൺബ്ലർ, AI എഡിറ്റർ എന്നിങ്ങനെ പറയേണ്ട കുറച്ച് AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്ലോട്ട് വെയർ സ്റ്റിൽ അവിടെ തന്നെയുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോലും. പക്ഷെ എടുത്ത് കളയാൻ പറ്റും, പക്ഷേ എങ്കിലും അവർ കൊടുക്കേണ്ട ആവശ്യം എന്താ? കാരണം ഇത്രയും പ്രൈസ് നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല. പക്ഷെ അവർ ഒരു കാര്യത്തിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്, ഫേസ് അൺലോക്കും വരുന്നുണ്ട്, IP68/69 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒരു നോർമൽ എക്സ്പീരിയൻസ് മാത്രമേ തരുന്നുള്ളൂ, ഭയങ്കര ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നില്ല. X-ആക്സിസ് ലീനിയർ മോട്ടറാണ് വരുന്നതെങ്കിൽ പോലും അവരത് ട്യൂൺ ചെയ്തത് അത്യാവശ്യം ഒരു നോർമൽ രീതിയിലാണെന്നാണ് കേട്ടത്. സോ LSDC LDAC കോഡക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 360° NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Wi-Fi 7, ബ്ലൂടൂത്ത് വേർഷൻ 5.3, 14 5G ബാൻഡ്സ്. കണക്ടിവിറ്റിക്കൊന്നും യാതൊരു ഇഷ്യൂസും വരാൻ പോകുന്നില്ല. IR ബ്ലാസ്റ്റർ നിങ്ങൾക്ക് ബാക്കിലാണ് വരുന്നത്. സോ IR ബ്ലാസ്റ്ററിന് സപ്പോർട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് ക്യാമറ സെക്ഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പരിതാപകരമാണ്. അതായത് സ്പെസിഫിക്കേഷൻ വൈസ് അല്ല. സ്പെസിഫിക്കേഷൻ ഞാനിവിടെ എഴുതി കൊടുത്തേക്കാം. നിങ്ങൾക്ക് നല്ല IMXൻ്റെ സെൻസറുകളും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ബാക്കിൽ നിങ്ങൾക്ക് 4K 60 FPS വീഡിയോ റെസൊല്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഫ്രണ്ടിൽ നിങ്ങൾക്ക് 1080p 60 FPS മാത്രമേ കിട്ടുന്നുള്ളൂ. ആ 16 MP സെൻസറിൽ നിന്ന് ഫ്രണ്ടിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4K 60 നിങ്ങൾ കൊടുക്കണം, 4K 30 എങ്കിലും കൊടുക്കണം. മാത്രമല്ല അൾട്രാ വൈഡ് 8 MP ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 8 MP മാത്രമാണ്. അതിലും നിങ്ങൾക്ക് 1080p 30 FPS മാത്രമേ വീഡിയോ റെസൊല്യൂഷൻ കിട്ടുന്നുള്ളൂ. എന്ന് മാത്രമല്ല ആ ഒരു ടെലിഫോട്ടോ ക്യാമറ ആയാലും HDR ആയാലും ഒന്നും അങ്ങോട്ട് മര്യാദയ്ക്ക് ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാനിതിൻ്റെ ക്യാമറ സാമ്പിൾസ്, അതായത് അവരുടെ സൈറ്റിലുള്ള സാമ്പിൾസ് അല്ല, അതവർ പോർട്രേ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ റിയൽ ലൈഫ് സാമ്പിൾസ് നോക്കിയ സമയത്ത് ഇറ്റ്സ് നോട്ട് സാറ്റിസ്ഫൈങ് മീ. അതായത് 60,000 രൂപ എന്നുള്ളൊരു കണക്കിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിലുള്ള പ്രൈമറി ക്യാമറ ഷോട്ട്സ് ഓക്കെയാണ്. പക്ഷേ HDR ഒക്കെ പറ്റ ഷോ ആണ്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ക്യാമറ. നമ്മൾ ROG ഫോണിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞിരുന്നോ ക്യാമറ, അതേപോലെ എനിക്ക് തോന്നി. ഇനി നമുക്ക് വിത്തിൻ അപ്ഡേറ്റ്, കാരണം നല്ല സെൻസേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. സോ വിത്തിൻ അപ്ഡേറ്റ് അവർക്ക് മേ ബി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയെങ്കിലും ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു ഫോണിൻ്റെ അവസ്ഥ ഇതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ നമ്മൾ ഫൈനൽ വെർഡിക്റ്റ് അല്ലെങ്കിൽ കൺക്ലൂഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഫോൺ ഇപ്പോൾ എടുക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകളും പിന്നെ കൂടുതൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരട്ടെ, നമുക്ക് നോക്കാം. മാത്രവുമല്ല ഒരുപാട് ഫോൺസ് ഇനി ഇറങ്ങാനുണ്ട്, പ്രത്യേകിച്ച് iQ13. അതിലാണ് എനിക്ക് ഇനി പ്രതീക്ഷ ഉള്ളത്. ഫസ്റ്റ് ഡേ കൊണ്ടുപോയിട്ട് സ്നാപ്ഡ്രാഗൺ 8 Lite ഗംഭീരം എന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. ഇറക്കുന്ന സാധനം അത്യാവശ്യം നല്ലതായിട്ട് ഇറക്കിയിട്ടില്ലെങ്കിൽ കയ്യിൽ പോയി. കാരണം ഇതെനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. കാരണം വേണ്ടത്ര സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുത്തിട്ടില്ല, ക്യാമറ അത്ര സാറ്റിസ്ഫൈ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പം ബഡ്ജറ്റ് റേഞ്ചിലേക്കൊക്കെ റിയൽമി അത്യാവശ്യം നല്ല ക്യാമറ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് റേഞ്ചിൽ അവർ ഇത്രയും മോശപ്പെട്ടൊരു ക്യാമറ എക്സ്പീരിയൻസ് തന്നു എന്നുള്ളത് അറിയില്ല. പക്ഷേ സ്റ്റിൽ ഗെയിമിങ് സംഭവമൊക്കെ നല്ലതാണ്, ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നല്ലതാണ്. പക്ഷേ എങ്കിലും 60,000 രൂപയ്ക്ക് ഇത് ഇപ്പോൾ ഒരു ഓൾറൗണ്ട് പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ബാക്കി നിങ്ങളുടെ തീരുമാനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും ബെല്ലൈക്കൺ ഓർത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമത്തുമായി ഫോളോ ചെയ്യാൻ മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.